അണ്ടർ-20 ഏകദിന ലോകകപ്പിൽ ശക്തരായ ഓസ്ട്രേലിയയെ സെമി ഫൈനലിൽ കീഴടക്കി ഇംഗ്ലണ്ട് ഫൈനലിൽ കടന്നു. ഇന്നലെ നടന്ന ആദ്യ സെമി ഫൈനൽ പോരാട്ടത്തിൽ 27 റൺസിനായിരുന്നു ഇംഗ്ലണ്ടിന്റെ വിജയം. ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് തുടക്കത്തിൽ ബാറ്റിംഗിൽ പതറിയെങ്കിലും നിശ്ചിത ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 277 റൺസ് നേടി. മറുപടി ബാറ്റിംഗിലിറങ്ങിയ ഓസ്ട്രേലിയ 47-ാം ഓവറിൽ 250 റൺസിന് ഓൾ ഔട്ടായി. സെഞ്ചുറിയുമായി ക്യാപ്റ്റൻ ഒലിവർ പീക്ക് പൊരുതി നോക്കിയെങ്കിലും ടീമിനെ വിജയിപ്പിക്കാൻ കഴിഞ്ഞില്ല. 110 റൺസ് നേടിയ ഇംഗ്ലണ്ട് താരം തോമസ് റോസിന്റെ ബാറ്റിംഗ് ആയിരുന്നു ഇംഗ്ലണ്ട് വിജയത്തിൽ നിർണായകമായത്. ഇന്ന് നടക്കുന്ന രണ്ടാം സെമി ഫൈനൽ പോരാട്ടത്തിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ നേരിടും. ഫൈനലിൽ ഇംഗ്ലണ്ടിന്റെ എതിരാളിയെ ഇന്നറിയാം. ടെസ്റ്റ് ക്രിക്കറ്റിൽ പുതിയ മാറ്റം വരുത്തി ICC. ടെസ്റ്റ് ക്രിക്കറ്റിലെ പുതിയ നിയമപ്രകാരം ഒരു ദിവസത്തെ അവസാന ഓവറിൽ വിക്കറ്റ് വീണാൽ ടീമിന് വിക്കറ്റ് കൈവശമുണ്ടെങ്കിൽ മത്സരം അവസാനിക്കില്ല. നിലവിൽ ടെസ്റ്റിൽ ഒരു ദിവസത്തെ അവസാന ഓവറിൽ വിക്കറ്റ് വീണാൽ ഓവർ പൂർത്തീകരിക്കാതെ മത്സരം നിർത്തുകയാണ് പതിവ്. ഈ നിയമത്തിലാണ് ICC മാറ്റം കൊണ്ടുവന്നിരിക്കുന്നത്. പരിക്കിനെ തുടർന്ന് ഓസ്ട്രേലിയൻ താരം പാറ്റ് കമ്മിൻസിനെ 2020 ലോകകപ്പ് ടീമിൽ നിന്നും ഓസ്ട്രേലിയ ഒഴിവാക്കിയിരുന്നു. IPLൽ സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ക്യാപ്റ്റൻ കൂടിയാണ് പാറ്റ് കമ്മിൻസ്. ഇതോടെ IPL 2026 സീസണിൽ താരം കളിക്കുമോ എന്ന കാര്യം ആശങ്ക നിലനിൽക്കുകയാണ്. എന്നാൽ പരിക്ക് ഭേദമായ ഇത്തവണത്തെ IPLൽ കളിക്കുമെന്ന് താരം വ്യക്തമാക്കിയിരിക്കുകയാണ്.